ഹലോ വെൽക്കം ടു റിപ്പോർട്ടർ ഇലക്ഷൻ എക്സ്പ്രസ്. തെരഞ്ഞെടുപ്പിൻ്റെ ചൂടറിഞ്ഞ് ഇപ്പോൾ എറണാകുളം ജില്ലയിലൂടെയാണ് നമ്മളിപ്പോൾ കളമശ്ശേരി മണ്ഡലത്തിലാണ്. കളമശ്ശേരി മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയും വ്യവസായ വാണിജ്യ വകുപ്പ് മന്ത്രിയുമായ പി രാജീവാണ് എനിക്കിപ്പം. വെൽക്കം പി രാജീവ്, വെൽക്കം ടു റിപ്പോർട്ടർ ഇലക്ഷൻ എക്സ്പ്രസ്. പി രാജീവ്, 15,336 വോട്ടുകൾക്കാണ് കഴിഞ്ഞ തവണ അബ്ദുൽ ഗഫൂറിനെ പരാജയപ്പെടുത്തി നിയമസഭയിലേക്ക് പോകുന്നത്. ഇക്കുറി ഈ മണ്ഡലത്തിൽ 15,000 വോട്ട് സുരക്ഷിതമായ ഒരു കോട്ടയാണോ? കാരണം 10 വർഷം പിണറായി സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് പ്രതിപക്ഷം. ഈ കളമശ്ശേരി മണ്ഡലത്തിൽ ഈ 15,000 മറികടക്കുമോ, അതോ ഈ 15,000 കോട്ട കാക്കാൻ പര്യാപ്തമാണോ? അല്ല, എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുറെ കൂടി ജനപിന്തുണ ലഭിക്കുമെന്നാണ് കണക്കാക്കുന്നത്. കാരണം മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷം പൊതുവെ ഒരു ജനപ്രതിനിധി എന്ന നിലയിലാണ് പ്രവർത്തനം. സ്ഥാനാർത്ഥി മുന്നണിയുടേതായിരിക്കും. പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എല്ലാവർക്കും കൂടി ഒറ്റ പ്രതിനിധി ഉണ്ടാവുള്ളൂ. ജയിപ്പിച്ചവർ ശ്രമിച്ചവർക്കും എതിരായി നിന്നവർക്കും 5 വർഷത്തേക്ക് ഒരാളേ ഉള്ളൂ. അപ്പോൾ ആ കാഴ്ചപ്പാടോടുകൂടി എല്ലാ രാഷ്ട്രീയ അഭിപ്രായമുള്ള ആളുകൾ, വ്യത്യസ്തത ഉള്ള ആളുകൾ എല്ലാവരെയും ചേർത്ത് പിടിച്ചുള്ളൊപ്പം വികസന പദ്ധതിയാണ് മണ്ഡലത്തിലുടനീളം നടപ്പിലാക്കിയത്. അതുകൊണ്ട് തന്നെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു പിന്തുണ ഉണ്ടാകുമെന്നാണ് ഒന്ന് പ്രതീക്ഷിക്കുന്നത്. രണ്ടൊരു വ്യവസായ മേഖല എന്ന നിലയിൽ പ്രധാനമായിട്ടും വ്യവസായ മേഖലയിൽ ഉണ്ടായിട്ടുള്ള മുന്നേറ്റങ്ങൾ, അതിൻ്റെതായ മാറ്റങ്ങൾ, ഇതെല്ലാം തന്നെ കുറെ കൂടി പോസിറ്റീവായിട്ടുള്ള ഒരു ഘടകമായിരിക്കും കണക്കാക്കുന്നു. ഏതൊരു സർക്കാരും 10 വർഷം, പ്രത്യേകിച്ച് കേരളത്തിൽ ഇത് ചരിത്രത്തിൽ ഇല്ലാത്തതാണ്. 1980-ന് ശേഷം ഇത് മൂന്നാമതൊരു ടേം എന്ന് പറയുമ്പോൾ കേരള ചരിത്രം ഇന്നേ വരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു രാഷ്ട്രീയ പ്രതിഭാസത്തിലാണ് നിങ്ങൾ പോരാടുന്നത്. പക്ഷെ അത് എത്ര കണ്ട് സാധ്യമാണ്? കാരണം മലയാളി ഒരു പൊളിറ്റിക്കൽ ഈഗോ ഉണ്ടല്ലോ. ഭരണം മാറി വരണം എന്നുള്ള ഒരു ഭരണത്തോടുള്ള മടുപ്പ്, അതിനെ എങ്ങനെയാണ് നിങ്ങൾ അതിജീവിക്കാൻ പോകും? അല്ല, ഞങ്ങളെക്കുറിച്ച് ആദ്യ കാലത്തുള്ള വിമർശനം എന്ന് വെച്ചാൽ ഇവർ കാലാവധി പൂർത്തീകരിക്കാൻ പറ്റാത്തവരാണ്, ഭരിക്കാൻ അറിയാത്തവരാണ്. അപ്പോൾ ആദ്യം 57, 59, പിന്നെ 67, 69, പിന്നെ 80, 82, പിന്നെ വന്നിരിക്കുന്നത് 87, 91. അപ്പോൾ ഈ അന്ന് നമ്മൾ രാജിവെച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അപ്പോൾ ആ ഘട്ടത്തിലുള്ള ഒരു പ്രധാന വിമർശനം, ഇവർക്ക് ഭരണം പൂർത്തീകരിക്കാനേ പറ്റില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് പിന്നെ 1996, 2001 നമ്മൾ ആദ്യമായി ഭരണം കാലാവധി പൂർത്തീകരിക്കുന്നത്. അതിനെതിരെ വലിയ ഏകീകരണം ആ ഘട്ടത്തിലുണ്ടായിരുന്നു 2001 തെരഞ്ഞെടുപ്പിൽ. പക്ഷേ 2006 വീണ്ടും അധികാരത്തിൽ വന്നു. അപ്പോൾ പിന്നെ തുടർച്ച നഷ്ടപ്പെടുന്നത് ചെറിയ സീറ്റുകൾക്കാണ്. 3 സീറ്റുകൾക്ക് ചെറിയ വോട്ടുകൾക്കാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ പിൻബലത്തോടു കൂടി അധികാരത്തിൽ വന്നൊരു ഗവൺമെൻറ്റാണ് 2011 UDF ഗവൺമെൻറ്. പിന്നെ 2016 നമ്മൾ അധികാരത്തിലേക്ക് വന്നു. 2016 നിന്ന് 2021 വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ തുടർച്ച മാത്രമല്ല, 16 ഉള്ളതിനേക്കാളും കൂടുതൽ MLA-മാരുടെ പിൻബലത്തോടെ വന്നത്. പക്ഷേ ഈ തുടർച്ച എന്തുകൊണ്ട് കേരളത്തിന് ഗുണമായി? അതാണ് കുറെ കൂടി വിസിബിലിറ്റി വരുന്നത്. ഈ തുടർച്ച ഉള്ളത് കൊണ്ട് മാത്രം സാധ്യമായ കാര്യങ്ങൾ. ഇപ്പോൾ ഞാൻ വ്യവസായ വകുപ്പ് മന്ത്രിയാണല്ലോ. വ്യവസായ വകുപ്പിൽ നമ്മൾ 26-ൽ 1-ാം സ്ഥാനത്തെത്തുമെന്നാണ് പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നത്. പക്ഷെ 2 വർഷത്തിനുള്ളിൽ തന്നെ കഴിഞ്ഞത് നയങ്ങളുടെ തുടർച്ചയായിരുന്നു. ഒരു അടിത്തറ ഉണ്ടായിരുന്നു. ആ അടിത്തറയിലൊന്നും തുടരാൻ പറ്റി. അല്ലെങ്കിൽ പുതിയൊരു ഗവൺമെൻറ് വന്നു, പോളിസി വന്നു, അതൊക്കെ ഒന്ന് ഒത്തുവരാൻ തന്നെ 2-3 വർഷം എടുക്കും. ഇപ്പം വന്നിട്ടുള്ള ഈ മാറ്റം, അതിൻ്റെ ഒരു വിളവ് ശരിക്കും കൊയ്യണമെങ്കിൽ ഒരു 5 വർഷം കൂടി ഏറ്റവും മിനിമം കേരളത്തിന് ആവശ്യമാണ്. അതായത് ഈ തുടർച്ച 10 വർഷത്തിന്റെ വിളവെടുപ്പിന് കൂടി വേണ്ടിയാണ്. ആ തുടർച്ചയ്ക്ക് ഇടർച്ച ഉണ്ടായാൽ കേരളം നേടിയിട്ടുള്ള ഒത്തിരിയേറെ നേട്ടങ്ങൾ നമുക്ക് നഷ്ടമാകും. ഏത് ഗവൺമെന്റ് ആകട്ടെ, ഒരു ഗവൺമെന്റ് മാറി പുതിയ ഗവൺമെന്റ് വന്നു, പുതിയ നയങ്ങൾ വന്നു, അത് നേരെ റിവേഴ്സ് ആകുന്ന നയങ്ങളാണെങ്കിൽ കുറെ കൂടി ഗൗരവമായിട്ട് അതിലേക്ക്. പക്ഷേ സർക്കാർ ഭരണവിരുദ്ധ വികാരത്തിന് ഇപ്പോൾ ഇരയാകും എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രചരണം. 100 സീറ്റാണ് പ്രതിപക്ഷ നേതാവ് അപ്പോഴും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്ര ഉറപ്പിൽ ഇപ്പൊ പറയുന്നുണ്ടെന്ന് തോന്നുന്നില്ല. വനവാസത്തിന് 100 സീറ്റ് എന്നുള്ളത് മാറ്റിയല്ലോ. ഇപ്പോൾ നേരത്തെ അതായിരുന്നു പൊതുവായി പറഞ്ഞുകൊണ്ടിരുന്നത്. അതിലൊരു കാര്യം നമ്മൾ കാണേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രതിപക്ഷത്തിന് അത്ര ധൈര്യമുണ്ടെങ്കിൽ എന്തുകൊണ്ട് വികസന കാര്യങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ല? അവരെന്തുകൊണ്ട് ബോധപൂർവ്വം അടിസ്ഥാനരഹിതമായ പ്രശ്നങ്ങൾ വിവാദങ്ങളാക്കി ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നു? അതാണല്ലോ ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇന്നത്തെ പ്രചരണത്തിൽ വീണ്ടും ശബരിമല തെരഞ്ഞെടുപ്പ് വിഷയമാക്കാൻ കൊണ്ടുവരുന്നു. BJP CPM ഡീൽ എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. CPM SDP ഡീൽ എന്ന് രമേശ് ചെന്നിത്തല പറയുന്നു. ഇന്നിപ്പോ വീണ്ടും ശബരിമല വിഷയം കൊണ്ട് രാഹുൽ ഗാന്ധി തന്നെ ആ പാട്ട് പാടുന്നു. രാഹുൽ ഗാന്ധി പാടുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് സോണിയാഗാന്ധി എങ്ങനെ ഇതിൽ വന്നു എന്നുള്ളതാണ്. അദ്ദേഹം സോണിയാഗാന്ധിയുടെ മകൻ കൂടിയാണല്ലോ, രാഷ്ട്രീയ മേധാവ് എന്ന നിലയിൽ തന്നെ. സോണിയാഗാന്ധിയുടെ വസതിയിലേക്ക് എങ്ങനെ ഈ സ്വർണം കട്ടാളും സ്വർണം വാങ്ങിയ ആളും സ്വർണം കൊടുത്ത ആളും ഒരേപോലെ ഒന്നിച്ചു വന്നു എന്ന് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. ആ നിഗൂഢത ഇപ്പോഴും നിൽക്കുകയാണല്ലോ. ആരാണ് സോണിയാഗാന്ധിയുടെ അടുത്ത്? ഒരു തവണയല്ല,
2 തവണ. സോണിയാഗാന്ധിയുടെ ഭാഗമാണോ അല്ലെന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടുത്തെ പ്രശ്നം അത്തരം ഘട്ടത്തിൽ ആരവിടേക്ക് കൊണ്ടുപോയി എന്നുള്ള അടിസ്ഥാന പ്രശ്നം ആദ്യം രാഹുൽ ഗാന്ധി അത് വ്യക്തത വരുത്തേണ്ടതില്ലേ? അത് വ്യക്തത വരുത്തേണ്ടതുകൊണ്ട് തയ്യാറാകുന്നില്ല ഇപ്പോഴും. പക്ഷേ ശബരിമല സ്വർണ്ണക്കൊള്ള ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്താമെന്ന് UDF ഇപ്പോഴും കോൺഫിഡൻസ് ഉണ്ട്. അയ്യപ്പനെ വിശ്വസിക്കാത്തവർക്ക് എങ്ങനെ ഭരണം കൊടുക്കുമെന്നാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത്. അല്ല, അദ്ദേഹം വിശ്വസിക്കുന്നുണ്ടോ എന്ന് അദ്ദേഹം ആദ്യം പറയട്ടെ. ഇതിൽ അദ്ദേഹത്തിന് വിശ്വാസം, ഏതെങ്കിലും കാര്യങ്ങളിൽ അദ്ദേഹത്തിന് ഉറച്ച വിശ്വാസം ഉണ്ടോ? ഇവിടെ കാണേണ്ടതുണ്ടെങ്കിൽ അദ്ദേഹം അതിന് 2 കൂട്ടിക്കണക്കാണ്. ഇവിടെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിൽ വളരെ കാര്യങ്ങൾ വ്യക്തമായില്ല. അതുകൊണ്ട് ആ ബലൂണും പൊട്ടിപ്പോയി. അതുകൊണ്ട് കയറ്റിയതാരാണെന്നുള്ളത് അദ്ദേഹത്തിന്റെ സമ്പദ സഹചാരിയാണ്. അദ്ദേഹത്തിന് നിഷേധിക്കാൻ പറ്റാത്ത സമ്പദ സഹചാരിയുടെ കാലത്താണല്ലോ കയറിയത്. അപ്പൊ അദ്ദേഹം ഇനി ഭാവിയിൽ ആരാണ് നേതൃത്വം തർക്കം കൂടി മുൻകൂട്ടി കണ്ട് സമ്പദ സഹചാരിക്ക് എതിരായിട്ട് പറഞ്ഞതാണോ എന്നറിയില്ല. ഇവിടെ കാണേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഘട്ടത്തിലാണല്ലോ കയറിയിട്ടുള്ളത്. ഇവിടെ വളരെ ശരിയായ രൂപത്തിൽ ജനങ്ങളുടെ മുമ്പിൽ അത് വിസിബിളായി കഴിഞ്ഞു. അതിന്റെ അടിസ്ഥാനം എന്താണ് എന്നുള്ളത് കൃത്യമായി തന്നെ ജനങ്ങൾക്ക് മുൻപിൽ എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് വീണ്ടും ഒന്നുമില്ലല്ലോ, കേരളത്തിൽ ഒന്നും പറയാനില്ലാത്തത് കൊണ്ട് 5-10 വർഷത്തെ ഭരണത്തിൽ ഇന്നെന്ത കാര്യങ്ങളുണ്ട് എന്ന് പറയുന്ന ഓരോ പ്രശ്നവും അക്കമിട്ട് തുറന്നു കാട്ടപ്പെടുന്നതോടുകൂടി ഇത്തരത്തിൽ വിവാദങ്ങൾ സൃഷ്ടിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. പക്ഷെ അത് ഇനിയിപ്പോൾ ചിലവാകുമെന്ന് തോന്നുന്നില്ല. പക്ഷെ BJP CPM ഡീൽ എന്ന് ആവർത്തിക്കുന്നത് തൃപ്പൂണിത്തുറയെ മുൻനിർത്തിയാണ്. ഒപ്പം കളമശ്ശേരിയെ പോലും ഇപ്പോൾ BJP CPM ഡീൽ എന്ന് പറയുന്നുണ്ട്. നേമത്ത് പക്ഷേ തിരിച്ച് SDP ഡീലാണ് ഉള്ളതെന്ന് പറയുന്നു. ഒരു BJP CPM ഡീൽ എന്ന് ആവർത്തിക്കണം, അവർ അവസാനിപ്പിക്കുന്നില്ല. അത് പ്രചരണത്തോടൊപ്പം തന്നെ കൊണ്ടുപോവുകയാണ്. അല്ല, അതൊരു മുൻകൂർ ജാമ്യമെടുക്കലായിട്ട് കണ്ടാൽ മതി. നേരത്തെ പറഞ്ഞ കണക്കിലേക്ക് എങ്ങനെ കൂട്ടിയിട്ട് എത്താതെ വരുന്നുണ്ടല്ലോ. BDJസിന്റെ സ്ഥാനാർത്ഥിയാണ് അങ്ങേക്കെതിരെ പോലും നിർത്തിയിരിക്കുന്നത്. നേരത്തെ അങ്ങനെ തന്നെയാണല്ലോ. ആ വോട്ട് അങ്ങേക്ക് കിട്ടുമെന്നുള്ളതാണ് സ്വാഭാവികമായിട്ടുള്ള കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി വോട്ട് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കോൺഗ്രസിന്റെ ആകാം, ബാക്കിയാകും. പക്ഷെ ഇവിടെ കാണേണ്ടത് ഇപ്പൊ നേരത്തെയും അതേ സ്ഥാനാർത്ഥി തന്നെയല്ലേ. കഴിഞ്ഞ തവണ മത്സരിക്കും BDJS ആണ്. അത് അങ്ങയുമായിട്ടുള്ള ഒരു BJP ഡീലാണെന്നാണ്. അതിന് മുൻപും BDJS ആണ്, ഞാൻ മത്സരിക്കാതിരിക്കുന്നതിന് മുമ്പും. അല്ലാതെ ഇപ്പോഴേ വന്നാലാണല്ലോ അങ്ങനെ പറയുക. ഇത് ഞാൻ മത്സരിക്കാതിരിക്കുന്നതിന് മുമ്പ്, അതിന്റെ മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ ഇപ്പോ NDAയുടെ ഭാഗമായി തന്നെ വന്നിട്ടുള്ള BDJSന്റെ ആളാണ് അന്ന് 2020. പക്ഷെ അപ്പോഴും SDP-യുടെ കാര്യത്തിൽ ഒരു നിലപാട് മാറ്റം വന്നിട്ടുണ്ട്. SDP-യുടെ സ്ഥാനാർത്ഥി ഉണ്ടല്ലോ ഇവിടെ, ഇവിടെയല്ല ബാക്കി മണ്ഡലങ്ങളിൽ. നാം കാണേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറവൂര് സാധാരണ SDPI നിർത്താറില്ല സ്ഥാനാർത്ഥി. ഇത്തവണ ആദ്യമായിട്ട് നിർത്തിയിട്ടുണ്ട്. പറവൂര് BJP ഇതുവരെ മത്സരിച്ചിരുന്നില്ല, BDJS തന്നെയാണ് മത്സരിക്കുന്നത്. BJP നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ SDPI ഇവിടെ മത്സരിക്കുന്നു, പലയിടങ്ങളിൽ മത്സരിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും SDP അടക്കമുള്ള വർഗീയ കക്ഷികളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന നിലപാട് ആർജവത്തോടെ പറയാൻ എന്താ പറ്റാത്തില്ല? അതിൻ്റെ ഒരു ഘട്ടമല്ലല്ലോ ഇത്. ഇപ്പൊ നമ്മൾ കാണേണ്ടത് എന്താ, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു തുടർച്ച എന്നുള്ളത് ആഗ്രഹിക്കുന്ന ജനവിഭാഗങ്ങൾ നേരത്തെ പല നിലപാടുകൾ സ്വീകരിച്ചിരുന്നുണ്ടാകാം. അവർ ആ നിലപാടിനേക്കാളും പ്രധാനം കേരളം മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുകയും ഒരു 10 വർഷം വർഗീയ ലഹളകളൊന്നുമില്ലാത്ത ഒരു സംസ്ഥാനമായി കേരളം ഇന്ത്യയിൽ ഇങ്ങനെ ഒരു പ്രധാന സംസ്ഥാനമായി മാറി നിൽക്കുമ്പോൾ അതിനൊരു തുടർച്ചയുണ്ടാകണം. അങ്ങനെ ഒരു ചിന്ത പൊതുവെ കേരളീയ സമൂഹത്തിൽ ശക്തിപ്പെട്ടു വരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ വിദ്യാഭ്യാസ മേഖല നേരത്തെ വലിയ വിമർശനം ഉണ്ടായി, അതുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ പോരുന്നു, അതുമായി യോജിക്കുന്ന ആളുകൾ. വ്യവസായ മേഖലയിലുള്ള ആളുകൾ സാധാരണഗതിയിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് വലിയ ആഭിമുഖ്യം കാണിക്കാത്തവരാണെന്നാണല്ലോ ഒരു പൊതുവായ ധാരണ. ഇപ്പം മാറ്റം അവരുടെ ഓരോ ഇന്റർവെൻഷൻസിലും അവരുടെ ഇനീഷ്യേറ്റീവ്സിലും ഡെവലപ്മെന്റ് എല്ലാം ആ മാറ്റം അവർ നേരിട്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകൾ ഇന്നലെ ഏത് രാഷ്ട്രീയ നിലപാടെടുത്താലും അവരവരുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ആ നിലപാടുകളിൽ നിന്ന് മാറും എന്നാണ് നാം കാണേണ്ടത്. കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന 5 ഗ്യാരണ്ടി ഇന്നും ആവർത്തിക്കുകയാണ് രാഹുൽ ഗാന്ധി. KSRTCയിലെ സൗജന്യ യാത്രയടക്കം. ഇന്ത്യയിൽ ഏതെങ്കിലും ഗ്യാരണ്ടികൾ നടപ്പിലാക്കിയിട്ടുണ്ടോ? ബഖാരി ഘട്ടാവോ, ഹരീബി ഘട്ടാവോ, നമുക്കൊക്കെ ഓർമ്മയുണ്ടല്ലോ. കഴിഞ്ഞ ഇത്രയും കാലം BJPയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള പരിസരം ഒരുക്കി കൊടുക്കൽ മാത്രമാണല്ലോ അവർ ചെയ്തുകൊണ്ടിരുന്നത്. കേരളത്തിൽ ഏതെങ്കിലും വാഗ്ദാനം നടപ്പിലാക്കിയിട്ടുണ്ടോ? ക്ഷേമ പെൻഷനുകളുടെ കാര്യത്തിൽ ഏറ്റവും മോശപ്പെട്ട റെക്കോർഡല്ലേ കോൺഗ്രസിനുള്ളത്. ഇപ്പം 3000 രൂപയാക്കുമെന്ന് പറഞ്ഞത് കേരളത്തിൻ്റെ ഇതേവരെയുള്ള ക്ഷേമ പെൻഷൻ്റെ ചരിത്രത്തിൽ 100 രൂപയാണ് UDFന്റെ സംഭാവന. ആ 100 രൂപ നൽകിയത് VS ഗവൺമെൻറ് വന്നതിന് ശേഷമാണ്. അപ്പോൾ അതാണ് ഒരു റെക്കോർഡ്. ഇപ്പോൾ കർണാടകയിലെ അനുഭവം കോൺഗ്രസുമായി യോജിച്ചു നിൽക്കുന്ന ആളുകൾ തന്നെ പറയുന്നുണ്ടല്ലോ. അവിടെ ഇതുപോലെ സൗജന്യം കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ KSRTC ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് അവിടെ എത്തിയിരിക്കുന്നു. പുരുഷന്മാർക്ക് കൂടുതൽ ചാർജ് കൂട്ടാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ വാർത്തകൾ വരുന്നുണ്ടല്ലോ. അവരുടെ ഒരു ധൈര്യം എന്താണെന്ന് വെച്ചാൽ പ്രഖ്യാപിക്കാൻ ഇപ്പോൾ അവർക്ക് അറിയാം അധികാരം കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ പ്രഖ്യാപനങ്ങൾ നടത്തുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്ന ധാരണ മാത്രം കണ്ടാൽ മതി. ഏതെങ്കിലും ഒരു പ്രഖ്യാപനം കേരളത്തിലോ ഇന്ത്യയിലോ പൂർണ്ണതയിലേക്ക് നടപ്പിലാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല എന്നതാണ് നമ്മുടെ അനുഭവം. പി രാജീവ്, നോക്കൂ, പാർട്ടി ഒരു പ്രത്യേക ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നുണ്ടോ? സീനിയർ ആയിട്ടുള്ള G സുധാകരനാണെങ്കിലും TK ഗോവിന്ദനാണെങ്കിലും
പാർട്ടിയുടെ ഒപ്പം ഉണ്ടായിരുന്ന സുരേഷ് ആണെങ്കിലും ഐഷ പോറ്റി ആണെങ്കിലും ഒക്കെ പാർട്ടിയുടെ കൂടാരത്തിൽ നിന്ന് പുറത്തേക്ക് പോയി മറുപാളയത്തിലെത്തി സ്ഥാനാർത്ഥികളായി നിൽക്കുകയാണ്. പാർട്ടിക്കുള്ളിൽ ഒരുതരം പാർലമെന്ററി വ്യാമോഹം പിടിവിട്ടു എന്നാണോ മനസ്സിലാക്കേണ്ടത്, അതല്ല പാർട്ടി ഒരു വിഭാഗം നേതാക്കളുടെ കൈകളിലാണ് എന്ന പ്രതിപക്ഷ പാർട്ടിക്കുള്ളിലുള്ള നേതാക്കളുടെ ആരോപണത്തിൽ കഴമ്പുണ്ടോ? അല്ല, അതിന് വളരെ അടിസ്ഥാനരഹിതമാണ്. എന്നൊരു ഭാഗം നമ്മൾ കാണേണ്ടത് കുറച്ച് പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് അപജയം സംഭവിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ജീവിക്കുന്ന കാലത്ത് തുടർച്ചയായിട്ടുള്ള നിരവധി വ്യാമോഹങ്ങൾ, പ്രലോഭനങ്ങൾ വരുന്നു. അതിന് വളരെ അനുഭവ സമ്പത്തുണ്ടായിരുന്ന ചില ആളുകൾ പോലും അടിമപ്പെട്ടു പോകുന്നു. അത്തരം അപജയം പാർട്ടിക്കകത്ത് ചില വ്യക്തികൾക്ക് സംഭവിക്കുന്നു. അത് പാർട്ടിയുടെ പൊതുവായ പ്രവണതയായിട്ട് നമ്മൾ കാണേണ്ടതില്ല. എന്നാൽ അതിനകത്ത് ഇത്തരത്തിൽ അപജയം സംഭവിക്കുന്നു എന്നുള്ളത് കാണേണ്ടത് തന്നെയാണ്. ആ ഒരു ജാഗ്രത അതിനകത്ത് എല്ലാവരും സൂക്ഷിക്കേണ്ടത് തന്നെയാണ്. രാഹുൽ പറഞ്ഞത് നേരത്തെ രാഹുലിലേക്ക് തിരിച്ചു വന്നത് നേരത്തെ ബൃന്ദാക്കാരോടുമായി സംസാരിച്ചു. ബൃന്ദാക്കാരോട് പറഞ്ഞത് BJPയുടെ B ടീമല്ല, BJPയുടെ പോലെ തന്നെയായി കോൺഗ്രസ് മാറുന്നു എന്നുള്ളതാണ്. സാമ്പത്തിക പോളിസിയിൽ വ്യത്യാസമില്ല. ഇപ്പോൾ അയ്യപ്പൻ്റെ കാര്യം ഉയർത്തിപ്പിടിക്കുന്നു. എങ്ങനെയാണോ ഉത്തർപ്രദേശിൽ രാമൻ്റെ കാര്യം ഉയർത്തിപ്പിടിച്ചത് സമാനമായ രീതിയിൽ ഇപ്പോൾ ഇന്ന് രാഹുൽ അതേ കാര്യം ആവർത്തിക്കുന്നു. അല്ല, BJPക്ക് ഞാൻ സഭയിലൊരിക്കൽ പറയണ്ടേ, BJPക്കുള്ള ഒരു രാഷ്ട്രീയ പ്രത്യേക പരിസരം ഒരുക്കി കൊടുക്കലാണ് കോൺഗ്രസ് ഇന്ത്യയിൽ ചെയ്തിട്ടുള്ളത്. അതുതന്നെയാണ് ഇപ്പോൾ കേരളത്തിലും ചെയ്യാൻ ശ്രമിക്കുന്നത്. ആദ്യമായി ഷബാനു കേസിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ യഥാർത്ഥത്തിൽ രാജീവ് ഗാന്ധിയാണല്ലോ ആദ്യമായി അവിടെ ക്ഷേത്രത്തിന് താക്കോൽ കൊടുക്കുന്നത്, ശിലാന്യാസത്തിന് അനുവദിക്കുന്നത്. രാമരാജ്യം BJP പോലും രാഷ്ട്രീയ മുദ്രാവാക്യമായി എടുക്കുന്നതിന് മുൻപ് കോൺഗ്രസ്സാണ് ഫൈസാബാദിലെ തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് രാജീവ് ഗാന്ധി നടത്തുന്നത്. അതിൻ്റെ നേട്ടാരുണ്ടായി. അതാണ് BJP കൊണ്ടുപോയത്. ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ വർഗീയതയ്ക്കൊപ്പമോ മതനിരപേക്ഷതയ്ക്കൊപ്പമോ എന്ന ചോദ്യത്തെ അടിസ്ഥാനപ്പെടുത്തി ഒരേ ഒരു തവണ മാത്രമേ ഇന്ത്യൻ പാർലമെന്റിൽ വോട്ടെടുപ്പ് നടന്നിട്ടുള്ളൂ. അത് ലാലു പ്രസാദ് യാദവ് അദ്വാനി അറസ്റ്റ് ചെയ്തു. അദ്വാനി അറസ്റ്റ് ചെയ്തപ്പോൾ പിന്തുണ പിൻവലിച്ചു. ആ വോട്ടെടുപ്പ് ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അത് ബാബറി മസ്ജിദ് തകർക്കാനുണ്ടായ യാത്രയായിരുന്നു. അതിൽ BJPയും കോൺഗ്രസ് ഒന്നിച്ചാണ് പാർലമെന്റിൽ വോട്ട് ചെയ്തത്. ഒരു കാര്യം കൂടി, FCRAയുടെ കാര്യത്തിൽ ഭേദഗതി വരുന്നു. അത് സഭകളെ വലിയ ആശയക്കുഴപ്പത്തിലാക്കുന്നു. സഭ പറയുന്നു ഞങ്ങൾക്ക് വലിയ അനിശ്ചിതത്വത്തിലാണ്, ആശങ്കയുണ്ട്, പല NGOകളുടെയും കാര്യത്തിൽ ആശങ്കയുണ്ടാവുന്ന സാഹചര്യം ഉണ്ടാവുന്നു. ഇന്ന് ഹൈബി ഈഡൻ പറഞ്ഞത് സഭാ നേതൃത്വം ഇതിനെതിരെ പ്രതികരിക്കണം എന്നാണ്. ഈ വിഷയത്തിൽ അത് ഹൈബി ഈഡൻ സഭാ നേതാക്കളോടാണ് പറയുന്നത്, നിങ്ങളിതിൽ പ്രതികരിക്കണം, ഞങ്ങൾ പാർലമെന്റിൽ ശബ്ദമുയർത്താനുണ്ട് എന്നാണ്. അല്ല, അത് അവരുടെ രാഷ്ട്രീയ ഉത്തരവാദിത്തം നിർവഹിക്കേണ്ട. ആദ്യം യഥാർത്ഥത്തിൽ ഇത് സഭകൾക്ക് നേരെയുള്ള മതന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള കടന്നാക്രമണത്തിൻ്റെ ഭാഗം തന്നെയാണ്. ഇതിൽ കാണേണ്ടത് ഈ വിദേശ സംഭാവനയുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളുമായി പുതിയ ചില പ്രശ്നങ്ങൾ വന്നു. അതിൽ സ്റ്റേറ്റ് ബാങ്കിൻ്റെ ഒരു അക്കൗണ്ടിൽ മാത്രമേ എല്ലാ ട്രാൻസാക്ഷനും പാടുള്ളൂ നേരത്തെ BJP പറഞ്ഞു. അത് പലരും അംഗീകരിച്ചു. എന്നാൽ കുറേ ആളുകൾ ഇത് പുതുക്കാതിരുന്നു. ഇത് ഞങ്ങൾക്ക് സംഭാവന വേണ്ട. അങ്ങനെ പുതുക്കാതിരുന്നവർ ഉൾപ്പെടെ ഇപ്പോൾ അപകടത്തിലേക്ക് വരികയാണ്. അവരുൾപ്പെടെ ഇപ്പോൾ ഇപ്പോൾ എൻ്റെ ഒരു അനുഭവം നോക്കുകയാണെങ്കിൽ പല ആശുപത്രികളും ക്രിസ്ത്യൻ മിഷണറിമാർ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സംവിധാനം ചാരിറ്റിയൊക്കെ നടത്തുന്നത് വിദേശത്ത് നിന്ന് ചിലപ്പോൾ ചില മിഷണറികൾ ഇറക്കുമതി ചെയ്തിട്ടുണ്ടാവും. ഒരു ഡയാലിസിസ് മെഷീൻ ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ടാവും. ചിലപ്പോൾ അവിടെ യൂസ് ചെയ്തായിരിക്കും, ഇങ്ങോട്ട് കിട്ടും. അപ്പോൾ അതിലെല്ലാം ഈ എന്തെങ്കിലും പ്രശ്നം കണ്ടെത്തിയാൽ അതുമാത്രമല്ല മൊത്തം ആസ്തി പിടിച്ചെടുക്കലാണ്. അപ്പോൾ സഭകളുടെ സ്വത്തിൻ്റെ ദേശസാൽക്കരണമാണ് യഥാർത്ഥത്തിൽ പ്രത്യക്ഷമായിട്ട് ഈ നിയമ ഭേദഗതി വഴി ഉദ്ദേശിക്കുന്നത്. വഖഫ് എങ്ങനെയാണോ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ കാര്യത്തെ അന്വൽക്കരിച്ചത് സമാനമാണെന്നാണോ? അത് ഇതിപ്പോ ഏത് സ്വത്തും പിടിച്ചെടുക്കാമല്ലോ, ഏത് സ്വത്തും പിടിച്ചെടുക്കാം. അതേപോലെ തന്നെ ഭൂമി ഇപ്പോൾ സർക്കാരിൻ്റെ ഭൂമിയിലാണ് നമ്മുടെ നോർത്ത് ഈസ്റ്റ് വടക്കേ കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മിക്കവാറും ഈ സ്ഥാപനങ്ങൾ, അനാഥാലയങ്ങൾ, മറ്റ് ചാരിറ്റി സ്ഥാപനങ്ങളെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സർക്കാരിൻ്റെ ഭൂമി ചിലപ്പോൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ടല്ലോ, പട്ടയത്തിന് കൊടുക്കുന്നുണ്ട്, പാട്ടത്തിന് കൊടുക്കുന്നുണ്ട്. അത്തരം ഭൂമികളെല്ലാം തന്നെ പ്രശ്നമാണെന്ന് പറഞ്ഞ് വേണമെങ്കിൽ പിടിച്ചെടുക്കാം. അപ്പോൾ ഡെമോക്രസിൻ്റെ വാർഡ് പോലെ തൂക്കിയിട്ട് എപ്പോൾ വേണമെങ്കിലും സഭാ സ്വത്തുക്കൾ പിടിച്ചെടുക്കാം, സഭയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കാം എന്ന ഒരു ഭീതി നിറച്ച് ഭയപ്പെടുത്തി ഒപ്പം നിർത്തുക എന്നുള്ള ഒരു ശ്രമം തന്നെയാണ് ഇതിന്റെ ഭാഗമായിട്ടുള്ളത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, മുഖ്യമന്ത്രി പിണറായി വിജയന് കഴിഞ്ഞ തവണയുണ്ടായിരുന്ന ഒരു മൈനോറിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു നിലപാടല്ല പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായത് എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന് വലിയ നെഗറ്റീവ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം അത് മാറി എന്നാണ് SDP പറയുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനൊരു മാറ്റമോ അങ്ങനൊരു വ്യത്യാസമോ ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തിനുണ്ടായിട്ടില്ല. അല്ല, യഥാർത്ഥത്തിൽ കേരളീയ സമൂഹത്തിലെ മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഇടതുപക്ഷത്തിനും വിശിഷ്യ മുഖ്യമന്ത്രിക്ക് ഒരു പ്രത്യേക ഇടമുണ്ടായിരുന്നു എല്ലാ ഘട്ടങ്ങളിലും. അത് ഇടതുപക്ഷത്തിൻ്റെ തുടർച്ചയായ വിജയങ്ങളിലും ഇടതുപക്ഷത്തിൻ്റെ വർദ്ധിച്ചു വരുന്ന പിന്തുണയിലും ഒരു ഘടകമായിരുന്നു. അതുകൊണ്ട് കോൺഗ്രസും UDFും അതുപോലെ ഇടതുപക്ഷ വിരുദ്ധ ശക്തികളും കേന്ദ്രീകരിച്ചിരുന്ന ഭാഗം ഈ വിശ്വാസ്യതയെ തകർക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു നരേറ്റീവാണ് കഴിഞ്ഞ ഒരു 5-6 വർഷമായി തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നത്.
അവൻ്റെ ചില ഇത് അങ്ങനെ ഉണ്ടോ എന്നൊരു പ്രതീതി, ഒരു സംശയം മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ സൃഷ്ടിക്കാൻ അവർ ശ്രമിച്ചു. അത് കുറച്ചൊക്കെ വിജയിച്ചിട്ടുണ്ടാകും. പക്ഷെ വസ്തുത നോക്കൂ, ഇന്ത്യയിൽ ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമമൊക്കെ വരുമ്പോൾ ഒരു മലയാളിയായ ഒരാളുടെ അസ്തിത്വം അംഗീകരിക്കുന്ന ഒരു നേറ്റിവിറ്റി കാർഡിൻ്റെ നിയമം നിയമസഭയിൽ നമ്മൾ പാസ്സാക്കി. കോൺഗ്രസ് അവിടെ വന്നുപോലും ചെയ്തില്ല ആ ഘട്ടത്തിൽ. ഇന്ത്യയിൽ ഒരു സംസ്ഥാനവും അങ്ങനെ നിയമനിർമ്മാണത്തിന് ധൈര്യപ്പെട്ടിട്ടില്ല. എന്ന് മാത്രമല്ല, സെൻസസ് വരുമ്പോൾ അത് നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്ററുമായി ബന്ധപ്പെടുത്താൻ ശ്രമമുണ്ടെങ്കിൽ അതിന് കേരളത്തിന് അനുവദിക്കില്ല എന്ന് ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചു. ഇന്ത്യയിൽ ഒരു സംസ്ഥാനം അങ്ങനെ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിട്ടില്ല. പൗരത്വ ഭേദഗതി നിയമം ആദ്യം സുപ്രീം കോടതിയെ സമീപിക്കുന്ന നമ്മളാണ്. അത് അന്ന്. ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഒടുവിലത്തെ ഒരു വർഷം നോക്കിയാൽ പോലും ഈ നിലപാടാണ് ഇടതുപക്ഷം ഈ ഗവൺമെന്റ് അതിൽ വെള്ളം ചേർത്തിട്ടില്ല എന്ന് മാത്രമല്ല സ്ഥായിയായ നിലപാടാണ്. ഒരു പ്രതീതി ഉണ്ടാക്കാനായി ശ്രമിച്ചിരുന്നു. പക്ഷേ വെള്ളാപ്പള്ളി നടേശനെ പുകഴ്ത്തിയത് ആ അർത്ഥത്തിൽ ഒരു ജാഗ്രത കുറവാണോ? ഇല്ല, അത് അപ്പം തന്നെ വ്യക്തമാക്കിയത് മുഖ്യമന്ത്രി തന്നെ ആ ഭാഗം വ്യക്തമാക്കി എന്തുകൊണ്ടാണ് അങ്ങനെ സമീപനം സ്വീകരിച്ചത്. ഇവിടെ നമ്മൾ കാണേണ്ടത് ഏതെങ്കിലും ഒന്നിനെ അടർത്തിയെടുത്ത് ഒരു വലിയ, ഇപ്പോൾ കേരളീയ സമൂഹം നോക്കിയാൽ മതന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിൽ JB കോശി കമ്മീഷൻ, ഇന്ത്യയിൽ ഇടതുപക്ഷ സർക്കാർ കേരളത്തിലാണ് അങ്ങനെ കമ്മീഷൻ തന്നെ നിയമിക്കുന്നത്. സച്ചാർ കമ്മിറ്റിക്ക് ശേഷം പാലോളി മുഹമ്മദി കമ്മീഷൻ, അത് ഇടതുപക്ഷമാണ്. കരിപ്പൂർ ഹജ്ജ് ഹൗസ് നിർമ്മിക്കുന്നത് അത് ഇടതുപക്ഷമാണ്. കരിപ്പൂർ ഇപ്പോൾ വനിതകൾക്ക് ഹജ്ജ് ഹൗസ് നിർമ്മിച്ചത് അത് ഇടതുപക്ഷമാണ്. ഇപ്പോൾ കണ്ണൂർ ഹജ്ജ് ഹൗസ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഗവൺമെൻറ്റാണ്. ഇവിടെ എയർപോർട്ടിന് എല്ലാ സൗകര്യങ്ങളും അവർക്ക് കൊടുക്കുന്നത് ഈ ഗവൺമെൻറ്റാണ്. മദ്രസയിലെ ക്ഷേമനിധി പെൻഷൻ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് ഈ ഗവൺമെൻറ്റാണ്. അപ്പോൾ രാഷ്ട്രീയമാകാം അല്ലെങ്കിൽ മറ്റ് സൗകര്യങ്ങളുടെ കാര്യത്തിലാകാം ഒരു പൗരന്മാർക്ക് തുല്യത. ഇപ്പോൾ കന്യാസ്ത്രീമാർക്ക് നമ്മൾ പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചല്ലോ. 50 വയസ്സിന് മുകളിൽ അവിവാഹിതകളായ വരുമാനം കുറവുള്ള എല്ലാവർക്കും പെൻഷൻ കിട്ടുന്നുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ഈ വീട് കയറാൻ തീരുമാനിച്ച ഘട്ടത്തിൽ മഠങ്ങൾ കയറുമ്പോഴാണ് ഞങ്ങൾക്ക് എന്തുകൊണ്ട് കിട്ടുന്നില്ല ഈ പ്രശ്നം ഉന്നയിക്കപ്പെട്ടത്. അപ്പോൾ തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇടപെട്ട് മന്ത്രിസഭയിൽ തന്നെ പ്രത്യേക അജണ്ട കൊണ്ടുവന്ന് അവർക്ക് പെൻഷൻ നൽകുകയുണ്ടായി. അപ്പോൾ മതന്യൂനപക്ഷങ്ങളുടെ ഏറ്റവും ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സ്ഥായിയായ നിലപാടാണ് ഇടതുപക്ഷത്തിനുള്ളത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ 100 സീറ്റാണ് പ്രതിപക്ഷം പറയുന്നത്. ഇപ്പോൾ അതിൽ കോൺഫിഡൻസ് കുറഞ്ഞു എന്ന് അങ്ങ് പറയുന്നു. എത്ര സീറ്റ് അങ്ങ് പ്രിഡിക്റ്റ് ചെയ്യുന്നു? ഒരു അനുഭവത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ പൊളിറ്റിക്സിന്റെ ഗ്രാഫ് നോക്കുമ്പോൾ 2, 2, 2, പിന്നെ നമ്മളൊന്ന് 4, പിന്നെ 5ലേക്ക് വന്നു, പിന്നെ വീണ്ടും 1ലേക്ക് തുടർച്ചയിലേക്ക് എത്തി. അപ്പോൾ ആ തുടർച്ച കുറേ കൂടി ഗുണപരമായിട്ടുള്ള ഒരു തുടർച്ചയാണ്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഭേദമായ രീതിയിൽ പിന്നെ നമ്മുടെ MLA-മാർ പൊതുവെ എല്ലാവരും തന്നെ പെർഫോം ചെയ്യുന്ന MLA-മാരാണ്. മന്ത്രിമാർ ആദ്യമൊക്കെ ചില പ്രചാരവേലകൾക്ക് ഉണ്ടായിരുന്നെങ്കിലും മിക്കവാറും എല്ലാ മന്ത്രിമാരും നന്നായി തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്. അതെല്ലാം കണക്കിലെടുക്കുമ്പോൾ കുറെ കൂടി മെച്ചപ്പെട്ട ഒരു വിജയം ഉണ്ടാകുമെന്ന്. ടെൻഷനില്ലല്ലോ. കളമശ്ശേരി പൊതുവെ ജനങ്ങളിൽ നല്ല വിശ്വാസമാണുള്ളത്. പൊതുവെയുള്ള എല്ലാ ഘടകങ്ങളും നല്ല അനുകൂലമായി തന്നെയാണ്. ഓക്കെ, താങ്ക് യു ശ്രീ P. രാജീവ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സോ P. രാജീവാണ് നമുക്കൊപ്പം ചേർന്നത്. വളരെ കോൺഫിഡൻസിലാണ്. 3ാം ഊഴം ഉണ്ടാവും എന്നുള്ളതാണ് P. രാജീവ് നമ്മളോട് പറയുന്നത്.